നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കായംകുളത്ത് ഓടുന്ന ട്രെയിനിൽ കയറുന്നതിനിടെ വീണ് യാത്രക്കാരന്റെ കൈയറ്റു. നാഗ്പൂർ സ്വദേശി രവിക്കാണ് പരിക്കേറ്റത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളം വാങ്ങുന്നതിനിടെ ട്രെയിൻ വിട്ടപ്പോൾ ഓടിക്കയറാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഇയാളെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? ഈ കൈ തുന്നിച്ചേർക്കുക അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ടോ? ഗോകുൽ, ഈ അപകടം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ്. തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരനാണ് ഈ അപകടം ഉണ്ടായത്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിർത്തിയ സമയത്താണ് വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നാഗ്പൂർ സ്വദേശിയായിട്ടുള്ള രവി ട്രെയിനിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. അവിടെ വെള്ളം വാങ്ങി തിരികെ വരുന്ന സമയത്ത് ട്രെയിൻ മൂവ് ചെയ്തിരുന്നു. പെട്ടെന്ന് ട്രെയിനിലിടയ്ക്ക് ഓടിക്കയറുന്നതിനിടയിലാണ് ഈ പ്ലാറ്റ്ഫോമിന്, അതായത് പ്ലാറ്റ്ഫോമിൻ്റെ ട്രാക്കിനും ട്രെയിനിനും ഇടയിലേക്ക് വീഴുന്നു. അങ്ങനെ ഇടത്തെ കൈ ഈ ഇതിനിടയിൽ, അത് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് ഇടത്തെ കൈ മുഴുവനായി പോകുന്നു. അങ്ങനെ ഇടത്തെ കൈയുടെ തോളിൻ്റെ താഴെ ഭാഗം മുഴുവൻ അവിടെ വെച്ച് തന്നെ അറ്റുപോയി. ഉടൻ തന്നെ നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷേ ഐസ് ബാഗിനകത്താക്കിയാണ് ഈ കൈ അടക്കമുള്ള കാര്യങ്ങൾ ആംബുലൻസിൽ കൂടെ ഒപ്പം കൊണ്ടുപോകുക. പക്ഷേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചാലും വിദഗ്ധ ചികിത്സ അവിടെ ഒരുക്കാനുള്ള സംവിധാനത്തിൻ്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ, ഒന്നെങ്കിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി അല്ലെങ്കിൽ തിരുവല്ലയിലെ ഏറ്റവും അടുത്തുള്ള 2 ആശുപത്രികൾ, അതിവിദഗ്ധ ചികിത്സ നൽകുന്ന ആശുപത്രികൾ, അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ള ആശുപത്രികളിലേക്ക് മാറ്റാനായിരിക്കും തീരുമാനം. നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് എത്രയും വേഗം ആംബുലൻസിൽ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ അപകടം ഉണ്ടായത് 4 മണിക്ക് ശേഷമാണ് ട്രെയിൻ അവിടെ എത്തിയത്. നാഗ്പൂരിലേക്ക്, അതായത് ഈ നിസാമുദ്ദീൻ ട്രെയിൻ കയറി പൂനെയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കായംകുളത്ത് വെള്ളം വാങ്ങാൻ ഇറങ്ങി തിരികെ ട്രെയിനിലേക്ക് കയറുന്നതിനിടെയാണ് അബദ്ധവശാൽ ട്രാക്കിനും ട്രെയിനിനും ഇടയിലേക്ക് വീണ് കൈ അറ്റുപോയ സാഹചര്യം ഉണ്ടായത്. ഗോകുൽ. ശരി മനീഷ്. നാഗ്പൂർ സ്വദേശിയായ രവിക്കാണ് ട്രെയിനിൽ നിന്ന് വീണ് കായംകുളത്ത് വെച്ച് കൈ അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് എറണാകുളത്തെ ആശുപത്രികളിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഒരുപക്ഷെ ശസ്ത്രക്രിയയൊക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആശുപത്രികളിലേക്ക് മാറ്റാനാണ് ആലോചന. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഷാർജയിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ ജസീം, ഷനോജ്, ഷാജഹാൻ എന്നിവരാണ് മരിച്ചത്. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരുക്കേറ്റു. അരുൺ പാറാട്ട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എപ്പോഴായിരുന്നു അപകടം? പരുക്കേറ്റ ആളുകളുടെ നില എങ്ങനെ? ഗോകുൽ, കഴിഞ്ഞ ദിവസം ഫിജേറ അജ്മാൻ റോഡിലാണ് അപകടമുണ്ടായത്. ഇന്നലെ ഇവിടെ ന്യൂ ഇയർ അവധിയായിരുന്നു. ഈ ന്യൂ ഇയർ അവധി ദിനമായതുകൊണ്ട് തന്നെ ഇന്നലെ ഫിജേറയിലേക്ക് പോയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വൈകിട്ട് 7:30ഓടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഫിജേറ അജ്മാൻ ഹൈവേയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു യു ടേൺ എടുക്കുന്നതിനിടെ എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കുടുംബത്തിലെ 6 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ജാസിം സുലൈമാൻ, പാങ്ങോട് സനോജ് ഷാജഹാൻ എന്നിവരാണ് മരിച്ചത്. ഇതിൽ ജസീമിന് 33 വയസ്സും സനോജിന് 38 വയസ്സുമാണുള്ളത്. ഇവർ 12-14 വർഷങ്ങളായി പ്രവാസികളാണ് ഇവിടെ. മരിച്ച ജസീമിന്റെ ഭാര്യ ഷിഫ്ന അബ്ദുൽ നസീർ, അതോടൊപ്പം തന്നെ ജസീമിന്റെ 2 മക്കളായ ഇഷ, ആദം എന്നിവരും ജസീമിന്റെ മറ്റൊരു ബന്ധു ആഷിഖ് കടക്കിലുമായിരുന്നു ഇവരോടൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ആദമിനെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആഷിഖ് അജ്മാൻ ഖലീഫ ആശുപത്രിയിലാണ്. അതോടൊപ്പം തന്നെ ജസീമിന്റെ ഭാര്യയും മക്കളും ഗൈദ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. എന്തായാലും ഈ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശരി. ഷാർജയിൽ വാഹനാപകടത്തിൽ 2 മലയാളികളാണ് മരിച്ചത്. വിവരങ്ങളാണ് അരുൺ പാറാട്ട് പങ്കുവച്ചത്. നവകേരള യാത്രക്കിടെ എറണാകുളത്ത് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം തുടർന്ന യൂത്ത് കോൺഗ്രസ്. മരടിലും തൃപ്പൂണിത്തുറ ചൂരക്കാട്ടിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. 16 പേരെ അറസ്റ്റ് ചെയ്തു. അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്നലത്തേതിന് സമാനമായി ഇന്നും വലിയ പ്രതിഷേധം വഴിനീളെ ഉണ്ടായോ? ഗോകുൽ, ഗസ്റ്റ് ഹൗസിൽ നിന്നും മുഖ്യമന്ത്രി ഇറങ്ങിയത് മുതൽ 2 ഇടത്താണ് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. അതിൽ ആദ്യത്തേത് മരടിലായിരുന്നു. മരടിൽ 6 പ്രവർത്തകർ ചേർന്നാണ് കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിൽ 4 പേരെ ഈ കരിങ്കൊടി പ്രതിഷേധത്തിന് മുന്നേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവശേഷിച്ച് 2 പേരാണ് വാഹനം പോലീസ് നവകേരള ബസ്
റോഡിലെത്തിയപ്പോൾ തന്നെ റോഡിന് കുറുകെ ചാടി വീണ വലിയ കരിങ്കൊടിയുമായി ഈ പ്രതിഷേധം നടത്തിയത്. ഈ ബസ് പോയ ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ പോലീസിനായത്. അതിന് പിന്നാലെ ഈ നവകേരള സദസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൃപ്പൂണിത്തറയിൽ പുതിയ കാവിന് സമീപം ചൂരക്കാട് വെച്ചാണ് രണ്ടാമത്തെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. അവിടെ 11 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. ഇവരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയിട്ടുണ്ട്. അവരിപ്പോൾ 2 സ്റ്റേഷനുകളിലായി തുടരുകയാണ്. സ്റ്റേഷൻ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമോ എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇന്നലെ അങ്ങനെ പോകാത്തതാണ് വലിയ പ്രതിഷേധങ്ങളിലേക്കും മണിക്കൂറുകൾ പുലർച്ചെ വരെ നീണ്ട പ്രതിഷേധങ്ങൾക്കുമൊക്കെ വഴിവെച്ചത്. അത്തരത്തിൽ സ്റ്റേഷൻ ജാമ്യം നിഷേധിച്ചതായിരുന്നു. എന്തായാലും ഈ 16 പ്രവർത്തകരും 2 പോലീസ് സ്റ്റേഷനുകളിലായി ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും അറിയിക്കുന്നത്. ഇനിയിപ്പോൾ തൃപ്പൂണിത്തറയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രിയും സംഘവും പോകുന്നത് കുന്നത്തുനാട്ടിലേക്കാണ്. കോലഞ്ചേരിയിൽ വെച്ചാണ് പരിപാടി നടക്കുക. അതിനിടയിലും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് പോലീസിനും ഒപ്പം ഇന്നലെ പരസ്യമായും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുമുണ്ടായിരുന്നു. ശരി, ഇന്നും മുഖ്യമന്ത്രിക്ക് നേരെ നവകേരള സദസ്സിന്റെ പര്യടനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ്. 16 പേരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. റെയിൽവേ സ്വീകരിച്ച സുരക്ഷാ നടപടികളെക്കുറിച്ച് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കവച് സംവിധാനം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കവച് സംവിധാനം എത്രയും വേഗം സ്ഥാപിക്കാൻ റെയിൽവേക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ബാലസോർ അപകടത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു പൊതു താൽപര്യ ഹർജി എത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇന്ന് പറഞ്ഞത്? ഗോകുൽ, ഈ ബാലസോറിലെ ട്രെയിൻ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കവച് സംവിധാനം നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും യാത്രക്കാരുടെ ജീവന് പോലും പരിഗണന നൽകാത്ത തരത്തിലുള്ള സമീപനമാണ് റെയിൽവേ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് പൊതു താൽപര്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കവച് അടക്കം യാത്രാ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനായി റെയിൽവേ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കവച് സംവിധാനം 2022 ഓഗസ്റ്റിലാണ് കവച് സംവിധാനം രാജ്യവ്യാപകമായി തന്നെ നടപ്പാക്കും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ അത് വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ബാലസോർ അപകടത്തിന് പിന്നാലെ തന്നെ റെയിൽവേ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കവച് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എത്രയും വേഗം നടപ്പാക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകണം എന്നാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം. ബാലസോറിലുണ്ടായ അപകടത്തിൽ 288 പേരാണ് മരിച്ചത്. 1000-ലേറെ പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശരി ബൽറാം, ഏതായാലും റെയിൽവേയിലെ ട്രെയിനുകളുടെ സുരക്ഷയെ പറ്റിയുള്ള സ്വീകരിച്ച നടപടികൾ അറിയിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ബാലസോർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമർപ്പിക്കപ്പെട്ട പൊതു താൽപര്യ ഹർജിയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ നടപടികൾ വിശദീകരിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സീലിംഗ് പൊട്ടി വീണതിൽ UDF-നെതിരെ CPIM. ആശുപത്രി വികസന കമ്മിറ്റി UDF കൈകാര്യം ചെയ്ത സമയത്താണ് നിർമ്മാണം നടന്നതെന്ന് ആരോപണം. UDF സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ ആരോപിച്ചു. ആശുപത്രിയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളും അതിൻ്റെ ഭാഗങ്ങളും എല്ലാം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അടർന്നു വീണ പാനലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് UDF ഭരണസമിതിക്കെതിരായിട്ടാണ് അന്വേഷണം നടത്തേണ്ടത്. കാരണം UDF ഭരണസമിതി HMCയുടെ മാനേജ്മെൻറ്റിൽ ഇരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വർക്കിൽ നിന്നാണ് ഇപ്പോൾ ഈ പാനൽ അടർന്നു വീണിട്ടുള്ളത്. ഏതായാലും ആരുടെ ഭരണ നേതൃത്വത്തിലുള്ള സമയമാണെങ്കിലും ആളുകൾക്കൊന്നും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി എത്രയും വേഗം അത്തരം ക്രമീകരണങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഹോസ്പിറ്റൽ അതോറിറ്റീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ പാനൽ ഇളകി വീണതിൽ പരസ്പരം പഴിചാരുകയാണോ?
അതെ, ആർദ്രം പദ്ധതി പ്രകാരമാണ് കോവിഡ് കാലത്ത്, അതായത് വീണ ജോർജിന്റെ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, 2019-20 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്, സീലിംഗ് റൂഫിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. സ്വാഭാവികമായി ആ കാലത്ത് UDF ആയിരുന്നു, നേരത്തെ സൂചിപ്പിച്ച പോലെ UDF തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. എന്തായാലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആയിരുന്നു ഇതിന്റെ പൂർണ്ണമായ മേൽനോട്ട ചുമതല വഹിക്കേണ്ടതും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആയിരുന്നു. അതാണ് CPM ഇപ്പോൾ പ്രചരണ ആയുധമാക്കിയിരിക്കുന്നത്. രാവിലെ UDFന്റെ വലിയൊരു സമരം നടന്നു. ഈ സീലിംഗ് അടർന്നു വീണതിൽ കൃത്യമായ രീതിയിൽ കരാറിൽ അഴിമതി ഉണ്ട് എന്ന ആക്ഷേപമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായി ആ പ്രതിഷേധക്കാരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയും പിന്നീട് അവിടെ വലിയൊരു തർക്കമൊക്കെ നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോഴും അത് ഈ പറയുന്നത് പോലെ ഈ സീലിംഗ് ഇപ്പോഴും മാറ്റിയിട്ടില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പലതും ഇപ്പോഴും ഒടിഞ്ഞു തൂങ്ങിയ നിലയിലുമാണ്. അടിയന്തരമായി ക്രമീകരണങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അതിന്റെ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അല്പസമയം മുൻപ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് നടത്തുമ്പോൾ കോൺഗ്രസിനെതിരെ തന്നെ അക്കാലത്ത് കോൺഗ്രസിന്റെ കാലത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനമാണ്, അത് സ്വാഭാവികമായി അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കുകയാണ് സക്കീർ ഹുസൈൻ ചെയ്യുന്നത്. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ KSRTC ബസ് തലയിലൂടെ കയറി ഇറങ്ങി യാത്രക്കാരന് ദാരുണാന്ത്യം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് സംഭവം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വൈകിട്ട് 4:45 സംഭവം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോട്ടയത്തു നിന്ന്. ടോബി, സ്വാഭാവികമായും ബസ് സ്റ്റേഷനകത്ത് ബസ്സുകൾ വളരെ സാവധാനമല്ലേ സഞ്ചരിക്കാറുള്ളത്? ഇതെന്താണ് ഈ അപകടത്തിന് കാരണമായത്? അത് ഇവിടുത്തെ ഒരു സാഹചര്യം, അതായത് ഈ ബസ്സുകൾ കയറി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് വലിയ രീതിയിലുണ്ട്. മുൻപും യാത്രക്കാർ സമാനമായ രീതിയിലുള്ള ചില പരാതികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം KK റോഡാണിത്. അവിടുന്ന് ബസ്സുകൾ കയറി ഈ വഴിയാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സുകൾ ഇവിടെ നിർത്തി കഴിയുമ്പോൾ അത് പിന്നോട്ട് ഉരുണ്ടുവരുന്ന അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന ഒരു പ്രശ്നം പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലാക്കോട്ടയം ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇവിടെ വന്ന് ആളെ ഇറക്കിയതിനു ശേഷം തിരിച്ച് ആ ബസ് അവിടെ നിർത്തി. അതിനുശേഷം ഈ ബസ് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നോട്ട് ഉരുണ്ടു വന്നു എന്നാണ് ഇവിടെ കണ്ടു നിന്നവർ പറയുന്നത്. ഇത്തരത്തിൽ ഒരു വലിയൊരു അപകടം, പെട്ടെന്നാണ് ഈ സംഭവം സംഭവിച്ചത്. ഈ ബസ് പുറകിലോട്ട് വന്നപ്പോൾ അതിന്റെ പിൻഭാഗം തട്ടി ഈ വ്യക്തി മറിഞ്ഞ് ബസിന്റെ പിന്നിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം തുടർന്ന് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടെയുള്ള കുറച്ച് ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവരിവിടെ ഈ സമയത്തുണ്ടായിരുന്നു. ചേട്ടാ, എങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് നടന്നത്? അല്ല, അത് വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഡ്രൈവർ ഡോർ തുറന്നാണെന്നാണ് പറയുന്നത്. ഡോറിന്റെ അവിടെ നിന്ന് ചാടി ഇറങ്ങിയ വഴിക്ക് മുണ്ട തട്ടി അടിയിലോട്ട് പോയി വണ്ടി റിവേഴ്സ് വരുവാണ്ട് കയറുക ചെയ്തെന്നാണ് പറയുന്നത്. ഞങ്ങൾ നോക്കുമ്പം അതിന്റെ അടി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് വണ്ടി നിർത്തി പൂർണ്ണമായിട്ട് വണ്ടി ഓഫ് ചെയ്യാതെ കൊണ്ട് ഡ്രൈവർക്കോ അല്ല കണ്ടക്ടർക്കോ ഡോർ തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പുള്ളി അതിന്റെ ചോട്ടിൽ നിപ്പുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് ഇവരുടെ ഇതുപോലെ വണ്ടി ഡെയിലി ഇവിടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സിറ്റുവേഷൻ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സിറ്റുവേഷൻ അത് പിടിക്കും. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചു കയറ്റും. ഈ വരുന്ന സൈഡിൽ കൂടി വരുന്ന വണ്ടികളൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല. മൊത്തം ബ്ലോക്ക് ആകും. ഒരു ബൈക്കുകൾ ഈ സൈഡിൽ കൂടി വന്നാലൊന്നും ഇവർ ശ്രദ്ധിക്കത്തില്ല. നമ്മളിവിടെ കിടന്ന് ഒച്ച വെക്കുമ്പോൾ മാത്രമാണ് അവിടെ വണ്ടി ഉണ്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കണ്ടക്ടറും ഡ്രൈവറും ശ്രദ്ധിക്കുന്നതന്നെ. അങ്ങനെയുള്ള സാഹചര്യം, അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. സ്ഥിരമായിട്ട് ഇതിലെ വരുന്ന വണ്ടിയെല്ലാം ഭയങ്കര സ്പീഡല്ല ഈ വണ്ടിയെല്ലാം കയറി വരുന്നത്. എന്നിട്ട് ഇവിടെ കൂടെ അതിൽ പുറകോട്ടൊരു വരവുണ്ട്. ഞങ്ങളൊക്കെ പേടിയിൽ മാറുന്നുണ്ടോ ഈ ഗേറ്റ് അടിച്ച് കളഞ്ഞ ഈയിടക്ക്. വാഹനങ്ങൾ വന്ന് കയറി നിന്നതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു ചെരിവാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിർത്തി കഴിയുമ്പോൾ വാഹനങ്ങൾ പിന്നിലോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മുൻപും ഈ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് 4 മണിയോടുകൂടി ഈ ഒരു ദാരുണാന്ത്യം ഉണ്ടായത് എന്നാണ് ഇവിടെ കണ്ടെന്നവർ പറയുന്നത്. എന്തായാലും ഇത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു യാത്രക്കാരൻ തന്നെയാണ്. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ശരി ടോബി, കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ് യാത്രക്കാരൻ്റെ മുകളിലൂടെ ബസ് കയറി ഇറങ്ങിയ അയാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും അവിടെ എത്തുന്ന യാത്രക്കാരും ഒക്കെ പറയുന്നത് അവിടുത്തെ സ്റ്റേഷൻ്റെ യാർഡ് നിർമ്മാണത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് എത്രയും വേഗത്തിൽ പരിഹരിക്കണം എന്നതാണ് അവരുന്നയിക്കുന്ന ആവശ്യം. രാജസ്ഥാനിലെ അജ്മീരിൽ കെട്ടിടം തകർന്ന് വീണ അപകടം. അജ്മീർ ദർഗയ്ക്ക് സമീപത്തെ കെട്ടിടമാണ് തകർന്നത്. 5 പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. രക്ഷാപ്രവർത്തനം തുടങ്ങി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം? രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്?
ഗോകുലി, അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം തന്നെയാകാം ഈ തകർച്ചയ്ക്ക് കാരണമായത് എന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. ഒരു ബഹുനില കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. അജ്മീർ ഷെരീഫ് ദർഗയ്ക്ക് സമീപമുള്ള ഈ ഒരു മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത കൂടിയ ഇടുങ്ങിയ തെരുവുകളുള്ള ഒരു പ്രദേശത്താണ് അപകടം. രക്ഷാപ്രവർത്തനത്തെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിലവിലിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലം സന്ദർശിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5 പേർ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പോലീസിനെയും മറ്റ് രക്ഷാപ്രവർത്തകരെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാതെ മാനുഷികമായ രീതിയിൽ തന്നെയുള്ള രക്ഷാപ്രവർത്തനം ഈ തകർന്നു വീണ അവശിഷ്ടങ്ങളും മറ്റും മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. കാരണം പലയിടത്തും ചുവരുകൾ പൂർണ്ണമായും തകരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ ആളുകൾ, അകത്ത് പെട്ടുപോയവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ സുരക്ഷിതരായി തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് രക്ഷാപ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. ശരി, രാജസ്ഥാനിലെ അജ്മീറിലാണ് കെട്ടിടം തകർന്നു വീണത്. 5 പേരെ കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് നിഗമനം. അവിടെ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു എന്നതാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകരായ മാത്യുവിനും ജോർജിനും നാടിന്റെ സഹായഹസ്തം. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് കുട്ടികൾക്ക് പശുവിനെ കൈമാറി. PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫാണ് പശുവിനെ കൈമാറിയത്. മന്ത്രിമാരായ J. ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, നടൻ ജയറാം എന്നിവർ കുട്ടികളുടെ വീട് സന്ദർശിച്ചിരുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഏതായാലും ആ കുട്ടികളുടെയും ആ വീട്ടുകാരുടെയും ഒക്കെ സങ്കടത്തിന് പരിഹാരമാകും ഈ ഇത്രയധികം പശുക്കൾ, അവരുടെ നഷ്ടപ്പെട്ട പശുക്കളെക്കാൾ കൂടുതൽ പശുക്കളെ നാട് അവർക്ക് നൽകുകയാണ്. ഇപ്പോൾ CPM-ന്റെ കൂടി പ്രഖ്യാപനം, അവരും CPM-ഉം 2 പശുക്കളെ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണം? ഗൂഗിൾ നാടൊന്നാകെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് ഇന്നും ഇന്നലെയുമായി നമ്മൾ കണ്ടത്. അത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവർക്ക് സഹായഹസ്തവുമായി എത്തിയിരുന്നു. അതിൽ ഏറ്റവും ആദ്യം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. മന്ത്രി J. ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ വീട്ടിലെത്തി നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. ഒരാഴ്ചക്കുള്ളിൽ 5 പശുക്കളെ സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതും ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടിയുള്ള പശുക്കളെയാണ് നൽകുക. തൊട്ട് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള സഹായവുമായി നടൻ ജയറാം എത്തിയത്. 5 ലക്ഷം രൂപ അവർക്ക് കൈമാറി. പിന്നാലെ നടൻ പൃഥ്വിരാജും മമ്മൂട്ടിയും സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ സിനിമാ മേഖലയും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. പിന്നാലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. സുമനസ്സുകൾ, നിരവധിയായ സുമനസ്സുകൾ ഇവർക്ക് സഹായഹസ്തവുമായി എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടത് ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമാണ്. 10 പശുക്കളെ ഈ കുട്ടികൾക്ക് വാങ്ങി നൽകും എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. അല്പസമയത്തിനകം തന്നെ അവരിങ്ങോട്ടേക്ക് എത്തും. ഇതിനോടകം തന്നെ അവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ തുക കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തൊടുപുഴ MLA PJ ജോസഫ് തന്റെ സ്വന്തം ഫാമിൽ നിന്ന് ഒരു പശുവിനെ ഈ കുട്ടികൾക്ക് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പൂർണ്ണ പിന്തുണ ഈ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. പൂർണ്ണ സഹായ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. അങ്ങനെ സമൂഹവും അതോടൊപ്പം സർക്കാരും എല്ലാം ഒന്നിച്ചൊന്നായി ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിലും ഊർജ്ജസ്വലമായി തന്നെ ഇത്തരം ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മാത്യുവും കുടുംബവും അറിയിക്കുന്നത്. ഗൂഗിൾ. ജപ്പാനിലെ ടോക്കിയോയിൽ ഹനേഡ എയർപോർട്ടിൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും യാത്രാ വിമാനവുമാണ് കൂട്ടിയിടിച്ചത്. കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുണ്ടായിരുന്ന 5 പേരാണ് കൊല്ലപ്പെട്ടത്. ഭൂമികുലുക്കമുണ്ടായ നിഗറ്റയിലേക്ക് സഹായവുമായി എത്തിയതായിരുന്നു കോസ്റ്റ് ഗാർഡ് വിമാനം. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് അഖിലശ്രീ ചേരുന്നുണ്ട്. അഖില, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അതും എയർപോർട്ടിനകത്ത് വെച്ചൊരു കൂട്ടിയിടി, അത് സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതല്ലല്ലോ. തീർച്ചയായും ഗോകുൽ, ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലേക്ക് യാത്രാ വിമാനം വന്നിടിക്കുകയായിരുന്നു. റൺവേയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ന്യൂ ചിറ്റോസ് വിമാനത്താവളത്തിൽ നിന്നും ഉള്ള A350 JAN 516 എയർബസ് എന്ന വിമാനമാണ് കോസ്റ്റ് ഗാർഡ് വിമാനത്തിൽ വന്നിടിച്ചത്. വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം കോസ്റ്റ് ഗാർഡ് വിമാനത്തിൽ ഉണ്ടായിരുന്ന 6 പേരിൽ 5 പേർ കൊല്ലപ്പെട്ടു. പൈലറ്റിന്റെ നില അതീവ ഗുരുതര
ഗുരുതരമായി തുടരുകയാണ്. പൈലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഭൂമികുലുക്കമുണ്ടായ നിഗറ്റയിലേക്ക് സഹായ സാധനങ്ങളുമായി എത്തിയതായിരുന്നു ഈ കോസ്റ്റ് ഗാർഡ് വിമാനം. ഈ വിമാനത്തിലേക്കാണ് ഈ യാത്രാ വിമാനം വന്നിടിച്ചത്. യാത്രാ വിമാനത്തിൽ 379 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇടിയുണ്ടായ സമയത്ത് തന്നെ യാത്രാ വിമാനത്തിൽ ഉണ്ടായിരുന്ന 379 യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തെത്തിച്ചുവെന്നാണ് എയർലൈൻ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. ഗോകുൽ, ഇപ്പോൾ വെള്ളിയാമറ്റത്ത് പശുക്കൾ ചത്ത സങ്കടത്തിലായിരുന്ന ആ കുട്ടി കർഷകർക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ അവർക്ക് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആദ്യം മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും അവിടെ എത്തി സർക്കാരിന്റെ ഭാഗമായി 5 പശുക്കളെ വാഗ്ദാനം ചെയ്തു. പിന്നാലെ നടൻ ജയറാം എത്തി, പൃഥ്വിരാജ്, മമ്മൂട്ടി ഇവരൊക്കെ സഹായിക്കുന്നു. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. 2 പശുക്കളെ CPM-ഉം വാങ്ങി നൽകും. ഒപ്പം ലുലു ഗ്രൂപ്പിന്റെ സഹായം അവരിലേക്ക് എത്തുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ആ ലുലു ഗ്രൂപ്പിന്റെ പ്രതിനിധികളെ കാത്തു നിൽക്കുകയാണോ മാത്യുവും ജോർജും കുടുംബവും? ഗോകുല്, അല്പസമയം മുമ്പാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതവർ അല്പസമയം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. 10 പശുക്കളെ വാങ്ങാനുള്ള തുക നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ PRO സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഫിനാൻസ് ഓഫീസർ എത്തും. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ തന്നെ ഏറ്റവും ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം വന്നത് ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. 10 പശുക്കളെ നൽകും. അതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് നമ്മുടെ ഒരു തീരുമാനം എന്താണ്? അതായത് നമ്മുടെ ഈ കൊച്ചു മിടുക്കന്മാരുടെ ഈ പ്രയത്നം അതിന്ന് രാവിലെയാണ് പത്രമാധ്യമങ്ങളിലൂടെ യൂസഫ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇവരുടെ ചത്തുപോയ പശുക്കൾക്ക് പകരമായി 10 പശുക്കളെ വാങ്ങാനുള്ള തുക കൊടുക്കാനാണ് പറഞ്ഞത്. അത് പറഞ്ഞതനുസരിച്ച് ഒരു പശുവിന് 50,000 രൂപ, അപ്പോൾ 5 ലക്ഷം രൂപ ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് കൂടെ കൈമാറും. ഗൂഗിൾ 5 ലക്ഷം രൂപയാണ് ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്ക് നൽകുക. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം ഇവരെ തേടി ഓരോ മണിക്കൂറിലും എത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. മാതൃകാപരമായ ഇടപെടൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. വലിയ ചേർത്ത് പിടിക്കൽ ഈ കുടുംബത്തെ പൊതുസമൂഹം ഒന്നായി നിന്ന് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് ഗൂഗിൾ. തീർച്ചയായും വെള്ളിയാമറ്റത്തെ മാത്യുവിനും ജോർജിനും നഷ്ടമായത് 13 പശുക്കളെയാണെങ്കിൽ കേരളം ഒന്നാകെ, നാടൊന്നാകെ അവരെ ചേർത്ത് പിടിക്കുന്നു. അതിലേറെ പശുക്കളെ അവർക്ക് വാങ്ങി നൽകുന്നു. അതിനുള്ള ധനസഹായം എത്തുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് 10 പശുക്കളെ വാങ്ങാനുള്ള സഹായമാണ് അവിടെ വിതരണം ചെയ്യാൻ പോകുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിലെ കുട്ടിക്കർഷകർക്കുള്ള സഹായം തുടരുന്നു. സഹായധനമായി 1 ലക്ഷം രൂപ നൽകുമെന്ന് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് അഡ്മിൻ T ഫിറോസ്. കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ജീവകാരുണ്യ സംഘടനയാണ് കേരള ഹോം ഡിസൈൻ. നമ്മൾ ആദ്യം പശുവിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച്, പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പശു ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് പാല് നമുക്കറിയില്ലല്ലോ കറക്റ്റായിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ തിരഞ്ഞെടുക്കാമല്ലോ. പണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട്, കേരള ഹോം ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധിയുടെ വീടൊക്കെ ചെയ്യുന്ന. അപ്പോൾ അതിനകത്ത് അഡ്മിൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതലുള്ള ആൾക്കാർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ പശുവിന് വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.